ഹായ് പ്യാരെ വെച്ചു സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ല? യെസ്, നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്ക് നേടേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസ് പരീക്ഷയിൽ കുറെ മക്കളൊക്കെ നല്ല മാർക്ക് നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില മക്കൾ ആ മാർക്ക് വേണ്ടത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പബ്ലിക് പരീക്ഷ നമ്മൾ അടിപൊളിയാക്കണം. എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റിയിട്ടുള്ളത് അവിടെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ വീണ്ടും പറയുന്നു നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് ഈ വരുന്ന പബ്ലിക് പരീക്ഷ നമുക്ക് നേരിടണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നല്ല ഉറച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിൽക്കുക. എനിക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും, ഞാൻ നന്നായിട്ട് പഠിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എല്ലാ മക്കൾക്കും ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 മുതൽ 5 വരെയുള്ള യൂണിറ്റിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അതായത് ഒരു പാഠഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു രൂരു എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പാരെ ആനന്ദിന്റെ മനോഹരമായിട്ടുള്ള ഒരു കഹാനി, അല്ലെ, അടിപൊളിയായിട്ടുള്ള ഒരു കഹാനിയായിരുന്നു. അപ്പൊ അതിന് നമ്മുടെ ആ പാഠഭാഗം തുടങ്ങുന്നതിന് എങ്ങനെയായിരുന്നു? രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു എന്ന് പറയുന്നത് ഒരു കങ്കാരുവിന്റെ കുട്ടിയായിരുന്നു. അല്ലെ, കങ്കാരുവിനെ കാണാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, വളരെ സന്തോഷമാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിൽ പറയുന്നുണ്ട് കങ്കാരു കെ ബച്ചോങ്കോ ജോയ്സ് കഹത്തെ. ഈ കങ്കാരുവിന്റെ കുട്ടിയെ എന്ത് വിളിക്കുന്നുണ്ടായിരുന്നു? ഇതില് ജോയ്സ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ജോയ്സ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, വേസി ഹി ജയ്സെ. അതിന് ഒരു എക്സാമ്പിൾ പറയാണ്. ഏതുപോലെ? കുത്തേക്കെ ബെച്ച്, നായയുടെ കുഞ്ഞിനെ പില്ല എന്ന് വിളിക്കും. അതേപോലെ ബില്ലി കെ ബെച്ച്, പൂച്ചയുടെ കുഞ്ഞിനെ ബിലൗട്ട കഹത്തെ ഹെ, ബിലൗട്ട എന്ന് വിളിക്കുന്നത് പോലെ. അതായത് ഇതിൽ നിന്നും നമുക്ക് വൺ വേർഡിൽ ഒരു മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്റെ മക്കൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. കങ്കാരു കാ ബച്ച. കങ്കാരു കാ ബച്ച എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം എന്താ? യെസ്, എന്താ ഉദ്ദേശിച്ചത്? ജോയ്സ് ആണ്. ജോയ്സ്. അങ്ങനെയാണെങ്കിൽ കുത്തേക്കെ ബച്ച്, കുത്തേക്കെ ബച്ച് എന്താ? കുത്തേക്കെ ബച്ച് എന്താ? യെസ്, കുത്തേക്കെ ബച്ച് നമ്മൾ പില്ല എന്ന് പറയും, പില്ല. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് എന്താ? ബില്ലി. ബില്ലി കെ ബച്ച്. ബില്ലി കെ ബച്ച് നമ്മൾ എന്ത് പറയും? ബിലൗട്ട. ബിലൗട്ട എന്ന് നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. അപ്പൊ ബില്ലി കെ ബച്ച്. അപ്പൊ ഇത് എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ. നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ 3 മാർക്കും ചോദിച്ച ചോദ്യമാണ്. അപ്പൊ കങ്കാരു കാ ബച്ചിനെ ജോയ്സ് എന്ന് നമ്മൾ വിളിക്കും. അതേപോലെ കുത്തേക്കെ ബച്ചിനെ പില്ല എന്ന് വിളിക്കും. അതേപോലെ ബില്ലി കെ ബച്ചിനെ ബിലൗട്ട എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഏക് ദോ തീൻ എന്നുള്ള പാഠഭാഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതേപോലുള്ള കുളക്കോയുടെ കുഞ്ഞിനെ നമ്മൾ ചൂസ് എന്ന് വിളിക്കും. അല്ലെ, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും കൂടി എന്റെ മക്കൾ എന്ത് ചെയ്യുക, കങ്കാരുവിന്റെ കുഞ്ഞിന് ജോയ്സ് ആണെന്നും നായയുടെ കുഞ്ഞിന് പില്ല എന്നാണെന്നും ബില്ലിയുടെ കുഞ്ഞിന് ബിലൗട്ട എന്നാണെന്നും എന്റെ മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കേ. പെഹ്ചാനെ ക്രം മേ ലിഖേ. ഈ പാഠഭാഗം നമുക്കറിയാം, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രമത്തിലാക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. രൂരു കാ കോയി ദോസ്ത് നഹീത. രൂരുവിന് ഒരു കൂട്ടുകാരൻ തന്നെ ഉണ്ടായിട്ടുണ്ടായില്ല. രൂരു ചിടിയാക്കെ പീച്ചെ ചെൽ പടെ. അമ്മീനെ ചിടിയാക്കെ ബच्चे को जेब में रख लिया. രൂരു അമ്മി की जेब से सिर निकाला. चिड़िया ने രൂരു को गाना सिखा दिया. അതേപോലെ ബच्चे जमीन पर ബേഹാൽ പടേത്. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആ പാഠഭാഗം സാർ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന സംഭവം എന്താ? രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. അപ്പൊ അതാണ് നമുക്ക് തുടങ്ങുക. അപ്പൊ ക്രമത്തിൽ എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, രൂരു എന്ന് പറയുന്നത് കങ്കാരുവിന്റെ ഒരു കുട്ടിയാണ്. അപ്പൊ അത് തന്നെയാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ ഏതാ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായിരിക്കും നമുക്ക് രണ്ടാമത്തേതായി വരിക? ഈ കങ്കാരുവിന്റെ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ കങ്കാരുവിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ ശേഷം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഈ രൂരു കാ കോയി ദോസ്ത് നഹീത. ഈ രൂരുവിന് എന്തില്ല? ഒരു കൂട്ടുകാരൻ തന്നെ ഇല്ലായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമതായിട്ട് എഴുതാം. ശ്രദ്ധിച്ചോ. രൂരു കാ കോയി ദോസ്ത് നഹീത. അല്ലെ, ഇത് നമുക്ക് രണ്ടാമത്തേതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഏതായിരിക്കും? യെസ്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും. രൂരു അമ്മി കെ ജേബ് സെ സിർ നിക്കാല. ഈ രൂരു എന്താ ചെയ്യാട്ടുണ്ടായിരുന്നത്? അമ്മിയുടെ ആ ഒരു ജേബിൽ, ആ ഒരു പോക്കറ്റ്, ആ ഒരു സഞ്ചിയിൽ നിന്ന് എന്ത് ചെയ്യും? തല പുറത്തേക്കിട്ട് ഇങ്ങനെ നോക്കും. അല്ലെ, അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമതായിട്ട് എഴുതാം. രൂരു
अम्मी की से സിർ നിഖാല അല്ലേ? അത് നമ്മളായി. ഇനി അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് ഏതാ വരിക? മൂന്നാമതായിട്ടാണ് നമ്മൾ ഈ തല പുറത്തേക്ക് ഇടുന്ന് പറയാം. അങ്ങനെയാണ് നാലാമതായിട്ട് നമ്മൾ ഏത് വരും? നിങ്ങളൊന്ന് മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. യെസ്, രൂരു ചിടിയാക്കെ പീച്ചെ ചെൽപ്പട നമുക്ക് എഴുതാം അല്ലെ? രൂരു ചിടിയാക്കെ പീച്ചെ അല്ലെ? ചിടിയാക്കെ പീച്ചെ ചൽ പട അല്ലെ? ചിടി എന്താ? പക്ഷിയാണ് അല്ലെ? ആ പക്ഷിയുടെ പിറകെ അല്ലെ പോകുന്നതൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിലൂടെ മനോഹരമായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ 4 അതാണെങ്കിൽ അഞ്ചാമത്തേത് ഏതായിരിക്കും? യെസ്, ബെച്ചെ ജമീൻ പർ അല്ലെ? അപ്പൊ അങ്ങനെ ആ പക്ഷിയുടെ പിന്നാലെ പോയപ്പോ എന്താ കണ്ടത്? അവർ കണ്ടത് എന്താ? കഥ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരട്ടെ. ആ കുഞ്ഞുങ്ങൾ, ആ ചിടിയുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജമീൻ പർ തറയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബേഹാൽ അല്ലെ? ബേഹാൽ പടേദേ എന്ന് പറഞ്ഞാൽ നിലം പതിച്ച് കിടക്കുന്നുണ്ട്, അതായത് താഴെ വീണ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് വരുന്നത്. ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആറാമതായിട്ട് ഏതാ വരിക? യെസ്, ആറാമതായിട്ട് ഇതാണ് വരിക. അമ്മി ചിടിയാനെ, അമ്മീനെ എന്ത് ചെയ്തു? ചിടിയാക്കെ ബെച്ചെ എന്താ ചെയ്തത്? ആ ചിടിയാക്കെ ബെച്ചേക്കോ എന്ത് ചെയ്തു? ജേബ് അല്ലെ? ആ ഒരു പോക്കറ്റ്, അവരുടെ ആ പോക്കറ്റിലേക്ക് എന്ത് ചെയ്തു? ജേബ് മേം രഖ് അല്ലെ? രഖ് ലിയ. അത് നമ്മൾ ഇട്ടു. പിന്നെ ഏറ്റവും ലാസ്റ്റ് പിന്നെ നമുക്കറിയാം, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഏഴാമതായിട്ട് വരുന്നത് എന്താ? യെസ്, ചിടിയാനെ രൂരു കോ ഗാന അല്ലെ? ഗാന സിഖാദിയ. എന്ത്? പാട്ട് പാടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു. അപ്പൊ ഒരിക്കൽ കൂടി അനസാർ വായിച്ചുതരാം. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഒരു കങ്കാരുവിന്റെ കുട്ടിയാണ്. രൂരു കാ കോയി ദോസ്ത് നഹീത. രൂരിന് ഒരു കൂട്ടുകാരൻ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രൂരു അമ്മി കെ ജേബ് സെ സിർ നിഖാല. രൂരു എന്ത് ചെയ്യുമായിരുന്നു? അമ്മയുടെ പോക്കറ്റിൽ നിന്നും തല പുറത്തേക്ക് ഇട്ട് നോക്കുമായിരുന്നു. രൂരു ചിടിയാക്കെ പീച്ചെ ചെൽപ്പട. ഈ രൂരു എന്ത് ചെയ്യും? ആ പക്ഷിയുടെ ആ ഒരു പിന്നാലെ ഇങ്ങനെ പോയി. നമുക്കറിയാം ആ ഇതൊക്കെ, ആ കരച്ചിലൊക്കെ കേട്ടിട്ട് പോകുന്ന ആ പാഠഭാഗമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബെച്ചെ ജമീൻ പർ ബെഹാൽ പടേതെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ പക്ഷിയുടെ കുഞ്ഞെന്ത് ചെയ്യുന്നുണ്ട്? താഴെ നിലം പതിച്ച് കിടക്കുന്നതായിട്ട് അവർ കണ്ടു. അമ്മീനെ ചിടിയാക്കെ ബെച്ചേക്കോ ജേബ് മേം എന്ത് ചെയ്തു? രഖ് ലിയ അല്ലെ? അമ്മയുടെ ആ ഒരു പോക്കറ്റില്, ആ ഒരു സഞ്ചിയിൽ എന്ത് ചെയ്തു? ആ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുത്തു. നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചതാ. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാലിയ അല്ലെ? ആ എന്ത് ചെയ്തു? ആ ഗാന സിഖാദിയ എന്ത് ചെയ്തു? ആ ഒരു ചിടിയ എന്ത് ചെയ്തു? ആ രൂരുവിനെ എന്ത് ചെയ്തു? ഗാന പാട്ട് പാടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ക്രമമായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ക്രമമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിക്ക് 5 മാർക്കിനായിരിക്കും. ഈ 5 മാർക്ക് നമുക്ക് ആ ആക്ടിവിറ്റിയിൽ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ളൊരു പാഠഭാഗം. ഈ പാഠഭാഗം നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിവിഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ യൂട്യൂബിലും ആപ്പിലൊക്കെ ഓൾറെഡി നമ്മൾ റിവിഷൻ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? അത് പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത്. अब सेट है। अब इतर ചോദ്യം വന്നാൽ മക്കളെ എഴുതൂലേ? അഗല വീഡിയോ में अनसार फिर मिलेगा। सबका बहुत बहुत शुक्रिया। बाय बाय।